ഇതാ ഉടമ്പടി ബന്ധത്തിലൂടെ ഈശോ അതിനുള്ളിൽ വന്നുകൊണ്ട് വിവാഹ ഉടമ്പടിയുടെ പ്രാഥമികമായ ദൈവ ഉടമ്പടിയുടെ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്ന പുതിയ ഉടമ്പടിയിലുള്ള എൻ്റെ രക്തമാകുന്നു, എൻ്റെ ശരീരമാണ്. അങ്ങനെ ഈശോയുടെ ജീവൻ നമുക്ക് നൽകി. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താവ് ഒന്നിച്ച് ആ കിടപ്പറയിൽ ആകുന്ന ബലിവേദിയിൽ മറ്റൊന്നിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ് പറയുന്നത്. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഇതാണ് എൻ്റെ ശരീരം നിനക്ക് നൽകുന്നു, എൻ്റെ ജീവൻ നിനക്ക് നൽകുന്നു. ഇത് തന്നെയാണ് ഭാര്യ ഭർത്താവിനോട് പറയുന്നത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് നൽകുന്നത്. ഇത് എൻ്റെ ജീവൻ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഇതൊരിക്കൽ നൽകിക്കഴിഞ്ഞാൽ ഈ രണ്ട് ജീവനും കലർത്തപ്പെടുന്നു. പിന്നെ അത് അകറ്റുക സാധ്യമല്ല. അതാണ് ദൈവിക ഉടമ്പടിയുടെ അർത്ഥം. ദൈവമേ, ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം നമ്മുടെ ജീവനുമായിട്ട് കലർത്തപ്പെട്ടിരിക്കുകയാണ്. അതാണ് പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടിയിലുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അനന്ത ശക്തിയെ ഞാനിപ്പോൾ വിശ്വാസത്തിലൂടെ കാണുന്നു. ഈ ബോധ്യത്തിലാണ് ഈശോ പറയുന്നത്, അവർ ഒന്നാണ്, അവർ ഇനിമേൽ രണ്ടല്ല. ഒരു ശക്തിക്കും അവരെ അകറ്റാൻ പറ്റില്ല. ഇതൊന്ന് വിശ്വസിക്കുക. എന്നാൽ അതേസമയം നമ്മൾ ഒരു ദിവസം പറയുന്നത് ഞാൻ നിങ്ങളുടെ ഞാൻ വിട്ടു പോകുന്നില്ല. ആ പറയുന്നൊന്നും ഒരർത്ഥമില്ല. വെറും മണ്ടത്തരവും പിട്ടിത്തരവും പോഷത്തരമാണ് നമ്മളിങ്ങനെ പുലർത്തുന്നത്. സോറി ടു സേ ദാറ്റ്. അത് പറയണത് നിങ്ങളത് ഓർക്കാൻ വേണ്ടിയാണ്. നമുക്ക് എന്താ ഇന്നത്തെ വചനം കർത്താവ് പറയുന്നത്? ദൈവം യോജിപ്പിച്ചതിനെ ഒരു ശക്തിക്കും അകറ്റാൻ പറ്റില്ല. വിശ്വസിക്കുക. നിങ്ങളുടെ ഇടയിൽ എന്തെല്ലാം സംഘർഷങ്ങളുണ്ടായാലും ഒറ്റ വിശുദ്ധ കുർബാനയിലൂടെ അതിനെല്ലാം മാറ്റിമറിക്കാൻ, വിശുദ്ധീകരിക്കാൻ ഈശോയുടെ കുരിശിലേക്ക് ആ പ്രയാസങ്ങളെല്ലാം കൊടുക്കുമ്പോൾ അവരെല്ലാം ഉയർപ്പാക്കി മാറ്റും. ഇന്നുള്ള നമ്മുടെ അവസ്ഥ, നമ്മുടെ കുടുംബത്തിലെ വേദനിക്കുന്ന അവസ്ഥ, വീർപ്പുന്ന അവസ്ഥ, സഹനത്തിൻ്റെ, കഷ്ടതയുടെ, കടബാധ്യതയുടെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ, ദാമ്പത്യ ബന്ധത്തിൻ്റെ എല്ലാ അവസ്ഥയെയും പുതിയ നാടാക്കി നമുക്കൊരു നിമിഷം ഇപ്പോൾ ഈശോയെ നമ്മുടെ മുന്നിൽ സ്വീകരിച്ചുകൊണ്ട് പുതിയ ഉടമ്പടിയുമായിട്ട് നമ്മുടെ വിവാഹ ഉടമ്പടിയെ ഒന്നാക്കുക. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. എൻ്റെ വിവാഹ ഉടമ്പടി അങ്ങയുടെ പുതിയ ഉടമ്പടിയുമായിട്ട് ബന്ധത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. ദൈവമേ, അത് ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ അതിൽ നിന്ന് ശക്തി സംഭരിക്കുന്നു. ഒരിക്കലും അകറ്റാൻ പറ്റാത്ത ഒരു ലയനമാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും കർത്താവും. നമുക്ക് പ്രാർത്ഥിക്കാം.